ഹലോ ഗൈസ്, ഇത് ഏത് സ്ഥലമാണെന്ന് മനസ്സിലായോ? ഇതാണ് മസ്കറ്റത്തെ എയർപോർട്ട്. ഇതിൻ്റെ ഉള്ളിൽ കളിക്കുകയായിരുന്നു. കുഞ്ഞുസ് കണ്ണാടൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആയിരിക്കുകയാണ്. ഈ പ്ലേസ് നല്ല സൈലൻ്റ് ഇരിക്കുകയായിരുന്നേ. ഞങ്ങളിവിടെ സൗണ്ടൊക്കെ ആക്കി കളിച്ചിട്ട് ഡാൻസൊക്കെ കളിക്കുകയാണേ. ഞാനും കുഞ്ഞുസ് ഇല്ലുമിനാറ്റി പാട്ടൊക്കെ പാടിയിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നേ. കണ്ടില്ലേ, എൻ്റെ ഡാൻസ് കണ്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നേ. ഇവിടെ കുഞ്ഞൂസ് ചാടി കളിക്കുകയായിരുന്നു കേട്ടോ. ഇതിൽ ഞങ്ങൾ സ്ലൈഡാക്കി എടുത്തു കേട്ടോ. കുഞ്ഞൂസ് ജമ്പ് ചെയ്യണമെന്ന് നോക്ക്. ഈ എയർപോർട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഈത്തപ്പഴത്തിൻ്റെ മഴ ഉണ്ടോ? എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഈത്തപ്പഴത്തിൻ്റെ മഴ ഉണ്ട്. കുഞ്ഞൂസ് അവിടെ നടന്ന് കളിക്കുകയാണ് കേട്ടോ. എയർപോർട്ട് ആ ജനലിൻ്റെ കണ്ണാടീൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഞാനിതാ തുള്ളിച്ചാടി കളിക്കുന്നു. കുഞ്ഞൂസ് നോക്കി എങ്ങനെ കളിക്കുന്നു ഡാൻസ്. കുഞ്ഞൂസ് എപ്പോഴും ഓടിക്കളിക്കലാണ് കേട്ടോ. മാർക്കറ്റിലോ എവിടെയെങ്കിലും അവ ഓടിക്കളിക്കുകയാണ്. ഞാനും ഇതേപോലെ തന്നെ കേട്ടോ. ഞാൻ വരണ നോക്ക്. ഞങ്ങൾ ഓടിക്കളിക്കണമൊക്കെ അവിടുത്തെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞൂസിൻ്റെ പല്ല് നല്ല കീരിപ്പല്ലാണ് കേട്ടോ. ഞാൻ എന്നിട്ട് ബോറടിച്ചിട്ട് അങ്ങനെ നടക്കുമ്പോൾ നിങ്ങളാണ് കേട്ടോ ഇത് കാണുന്നത് യൂട്യൂബിൽ. ഇത് എൻ്റെ കൈയാണ് കേട്ടോ. ഞാൻ വെറുതെ ആക്കിയതാണ്. കുഞ്ഞൂസ് അവിടെ ഓടിക്കളിക്കണതൊക്കെ. അവിടെ ഒരാൾ വേഗത്തിൽ ഓടിപ്പോണ കണ്ടിട്ട് കുഞ്ഞൂസും ഞാനും ചിരിച്ചു കേട്ടോ. കുഞ്ഞൂസ് ഓടിക്കളിക്കണ കണ്ടിട്ട് എല്ലാ ആൾക്കാരും ചിരിച്ചു. കുഞ്ഞൂസ് ആ സീറ്റിന് സ്ലൈഡാക്കിയിട്ട് അയാളുടെ അടുത്ത് ഇരുന്നിട്ട് അവൻ എങ്ങനെയാണ് കളിക്കണമെന്ന് നോക്കിക്കോ കേട്ടോ. എന്നിട്ട് അവൻ ഇറങ്ങിയിട്ട് ഇതാണ് നമ്മളുടെ ഏണി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കയറി കളിക്കും. ഞാനിവിടെ ഇരുന്ന് ലേസ് കഴിക്കുകയാണ് കേട്ടോ. നമുക്ക് ലേസ് കണ്ടില്ലേ? പിന്നെ എൻ്റെ അമ്മാമ്മയൊക്കെ വിളിച്ചു. ഞങ്ങൾ സംസാരിച്ചു. ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ താഴത്ത് തന്നെ ഇരുന്നു കേട്ടോ. എൻ്റെ അമ്മ പറഞ്ഞു താഴത്ത് ഇരിക്കാതെ മേലെ ഇരിക്കാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്നില്ല. കുഞ്ഞൂസ് എവിടേക്കോ ഓടിപ്പോണ്ട്. ഞാൻ വിചാരിച്ചു കുഞ്ഞൂസ് എന്താണ് ക്ലീനറാണോ, ക്ലീനറിൻ്റെ അടുത്ത് കൂടെ പോകുന്നു. ഇതാണ് എസ്കുലേറ്റർ. എനിക്ക് ഇതിൻ്റെ മേലെ കയറാൻ നല്ല പേടിയാണ് കേട്ടോ. ഇതാണ് ഫ്ലൈറ്റ്, കണ്ടില്ലേ ഫ്ലൈറ്റ്. എൻ്റെ ലാസിം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവനും ഇന്നലെയായിരുന്നു പോയത്. ഫ്ലൈറ്റ് മൂവ് ആണെന്ന് കണ്ടോ. ഞങ്ങളും ഈ ഫ്ലൈറ്റിൻ്റെ അകത്ത് പോയിരുന്നു. ഇതാ ഫ്ലൈറ്റിൻ്റെ അകത്ത് പോകുന്നത് കണ്ടോ. ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ പോവുകയാണെ. നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്യാതെ തന്നെ നിങ്ങളിത് കണ്ടു തീർക്കണം കേട്ടോ. ഞാനാണ് കേട്ടോ ഈ ക്യാമറ ഒക്കെ പിടിക്കുന്നത്. ഇതാ എത്താനായി കേട്ടോ. നിങ്ങൾ നോക്കിയിരുന്നേ. ഇപ്പോൾ ഒന്നൊന്നായി ആൾക്കാർ പോകുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കണതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് പോയിട്ടുണ്ടോ? അപ്പം എത്താനായി. ഞാൻ ഒരു കുട്ടീൻ്റെ മുഖമാണ് എടുത്തത് കേട്ടോ. അറിയാതെ എടുത്തതാണ്. ഇതാണ് ഫ്ലൈറ്റിൻ്റെ വാതിൽ കേട്ടോ. നമ്മൾ കയറാനായി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഫ്ലൈറ്റിനൊന്നും ആവാൻ പാടില്ല, അപകടമൊന്നും പാടാൻ പാടൂലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഓണർ കേട്ടോ. സോറി, ഇത് എയർ ഹോസ്റ്റാണ് കേട്ടോ. അവരും നമസ്കാരം പറഞ്ഞപ്പോൾ ഞാനും തിരിച്ച് നമസ്കാരം പറഞ്ഞു. ഇതാണ് ഫ്ലൈറ്റിൻ്റെ സീറ്റ് കേട്ടോ. ഞാൻ ഏത് സീറ്റിലാണ് ഇരിക്കുന്നത് പോലും അറിഞ്ഞൂടെ. ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രണ്ട് സീറ്റിലിരിക്കാന്ന്. ഞങ്ങൾ കുറച്ച് ബാക്കിലായിരുന്നു കേട്ടോ. ഞാനാണ് വിൻ്റർ സീറ്റിൽ കേട്ടോ. അവർ ജ്യൂസൊക്കെ കൊണ്ടുവന്ന് തരുമെന്ന്. നമ്മൾ ഫ്ലൈറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പറക്കും കേട്ടോ. ഞാൻ ചെറുതിലൊക്കെ ആയിരുന്നപ്പോൾ മസ്കറ്റിലായിരുന്നു പോയത്. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ നിന്നായിരുന്നു ഞാൻ ചീറി പൊളിച്ചു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇതാ ഫ്ലൈറ്റ് പൊന്തി കേട്ടോ. എന്നിട്ട് എൻ്റെ കാതൊക്കെ അടഞ്ഞു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയായിരുന്നു, അച്ഛാ ബൈ ബൈ അച്ഛാ, ഐ ലവ് യു അച്ഛാ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ ഏറ്റവും മലയിൽ കയറിയിട്ട് ആകാശമൊക്കെ കണ്ടു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അച്ഛന് ഫ്ലൈറ്റിൽ പോകണ്ടല്ലോ, ആകാശമൊക്കെ കണ്ടില്ലേ, അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം എനിക്കും അമ്മയ്ക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഫ്ലൈറ്റ് തിരിച്ചത് കേട്ടോ.
അപ്പം ഞാൻ കരഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ വീടുകളൊക്കെ ചെറുതായിട്ടാണെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത്രയും പെട്ടെന്ന് വലിയ വീടുകളൊക്കെ ചെറുതായോ എന്ന് അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു. അമ്മ പറഞ്ഞ് അത് ഞങ്ങൾ ഫ്ലൈറ്റിലല്ലേ, ഫ്ലൈറ്റ് പൊന്തിയ കാരണമാണ് വീടുകളൊക്കെ ചെറുതായിരിക്കണമെന്ന് അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ മഞ്ഞാണ് കേട്ടോ, മേഘം മൂടിയിരിക്കുകയായിരുന്നു. കുഞ്ഞൂസ് അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു. സ്നാക്സും ജ്യൂസും പിന്നെ ഫർഹാൻ മാമൻ നമുക്ക് ലേസൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു 2 പാക്കറ്റ്. അപ്പം നമ്മൾ അതൊക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടില്ലേ മലകളാണ് കേട്ടോ, മലയാണ്. ഞാൻ വിചാരിച്ചു അത് വീടാണെന്ന്. മലയാണ്, മലേൻ്റെ അപ്പുറത്താണ് വീട് കേട്ടോ. അപ്പം ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഇതാണ് ഫ്ലൈറ്റിൻ്റെ ചിറക് കേട്ടോ. പക്ഷീനെ പോലെ ഉണ്ടാവും. ഫ്ലൈറ്റ് താഴ്ന്ന പോലെ ഇല്ലേ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് താഴ്ന്ന പോലെ ഉണ്ട്. ഇതാണ് മസ്കറ്റിൻ്റെ മല കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് മലയാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ മലയാണ്. എന്നാൽ ശരി കേട്ടോ, നിങ്ങളൊരു പ്രാവശ്യം മസ്കറ്റ് ഫ്ലൈറ്റിൽ പോകണേ.